Hi, welcome to Smartfolio. Basic to Pro level of stock market free tutorialന്റെ സെക്കൻഡ് ചാപ്റ്ററിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്കൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം, ഒരു ഡിപ്പോസിറ്ററി അക്കൗണ്ട് വേണം, ഒരു ബ്രോക്കർ മീൻസ് ഒരു ബ്രോക്കർ നമുക്കൊരു ഇത് വേണം. അപ്പം ഏതെല്ലാം ബ്രോക്കേഴ്സിന്റെ കാര്യങ്ങൾ, അതേപോലെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ എന്തെല്ലാം ഡോക്യുമെന്റ്സ് വേണം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്തു തരും. അങ്ങനെ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളിതെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എല്ലാവരും തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇനി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്ക് വാങ്ങണം, അതായത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനാണ് ഇപ്പം നമ്മൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് വാങ്ങിയത്. അപ്പം ഈ സ്റ്റോക്ക് നമ്മൾ വാങ്ങുന്ന സ്റ്റോക്ക് നല്ല സ്റ്റോക്ക് ആവണമല്ലോ, നല്ല നമുക്ക് ഇതിന് ബെനിഫിറ്റും അതേപോലെ തന്നെ ഗ്രോത്തും നമ്മളെ വെൽത്ത് ക്രിയേഷനും കാര്യങ്ങളും എല്ലാം നടക്കുള്ളൂ. അപ്പൊ ഈ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് നമ്മൾ NSE-യിലും BSE-യിലും കൂടി ആയിട്ട്. അപ്പം ഇത് ഏറ്റവും നല്ല സ്റ്റോക്സ് ഏതാണ്, നമുക്ക് നല്ല റിട്ടേൺസ് തരാൻ പാകമുള്ള സ്റ്റോക്സ് ഏതാണെന്നൊക്കെ ഉള്ളത് നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കണം. അപ്പം ഇത് അനാലിസിസ് ചെയ്യാനുള്ള കുറെ റേഷ്യോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിന്നെ അതിനു മുമ്പ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു പക്ഷേ നിങ്ങൾ എല്ലാവർക്കും, എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ജോലി ഉണ്ടാവും. പക്ഷെ ആ ജോലിയുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പാസീവായിട്ടൊരു ഇൻകം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും നല്ല ഉപാധിയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പാഷൻ ഉള്ളവരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ട്രേഡിംഗ് തിരഞ്ഞെടുക്കാം. പക്ഷെ ട്രേഡിങ്ങിന് പ്രത്യേകിച്ചും ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല സ്കില്ല് വേണം. അതേപോലെ അതോടൊപ്പം തന്നെ പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിൽ ഉണ്ടാവുള്ളല്ലോ. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് മറ്റുള്ള ജോലിയിൽ നിങ്ങൾക്ക് സ്കില്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലിയിൽ തുടരുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വെൽത്ത് ക്രിയേഷനും പാസീവ് ഇൻകത്തിനും വേണ്ടി നിങ്ങൾക്ക് സ്റ്റോക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അപ്പോഴും നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് നല്ല സ്റ്റോക്ക് നോക്കിയാണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴേ നിങ്ങൾക്ക് ഇതിന് പാസീവ് ഇൻകം അതേപോലെ തന്നെ വെൽത്ത് ക്രിയേഷൻ എല്ലാം ലഭിക്കുകയുള്ളൂ. അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് ഒരു നിങ്ങളുടെ ജോലിയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഫണ്ടമെന്റലി അനാലിസിസിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതിന്റെ കുറച്ച് റേഷ്യോസ് കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഈ ഫണ്ടമെന്റൽ അനാലിസിസ്. ഇതിൽ നമ്മൾ കുറച്ച് റേഷ്യോസ് എല്ലാം ഇവിടെ ഏർണിങ്സ് പെർ ഷെയർ, EPS, പ്രൈസ് ടു ഏർണിംഗ് PE റേഷ്യോ, റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഡെപ്റ്റ് ടു ഇക്വിറ്റി, കറന്റ് റേഷ്യോ, ഇങ്ങനെ കുറച്ച് റേഷ്യോസ് കണ്ടു. പക്ഷെ ഇത്രയൊന്നും അല്ല കേട്ടോ റേഷ്യോസ് ഉള്ളത്. റേഷ്യോസ് ഒരുപാട് റേഷ്യോസ് ഉണ്ട്. അപ്പം ഓരോ റേഷ്യോസും നമുക്ക് ഇൻഡിവിജ്വൽ ഓരോന്ന് 1 by 1 ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഏർണിങ്സ് പെർ ഷെയർ EPS ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Is a measure of company's profitability calculated by dividing quarterly or annual income minus dividends by the number of outstanding stock shares. ഇതിന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഷെയറിന്റെയും പുറത്ത് കമ്പനി ഉണ്ടാക്കിയ ഏർണിങ്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. കാരണം EPSന്റെ സംഖ്യ എത്രയാണോ അതാണ് ആ ഒരു ഷെയറിന്റെ പുറത്ത് കമ്പനി ഉണ്ടാക്കിയ സംഖ്യ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ EPS നോക്കുമ്പോൾ EPS വലിയ EPSകളാണെങ്കിൽ EPSന്റെ സംഖ്യ വലുതാകുമ്പോൾ അത്രയും ആ കമ്പനി നല്ല കമ്പനിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ വീഡിയോ ലെങ്തി ആവാതിരിക്കാനും വേണ്ടി കണ്ട് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ പെന്നും നോട്ടും എടുത്തിട്ട് മെൻഷൻ ചെയ്ത് വെക്കണം. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു, വളരെ ശ്രദ്ധിച്ച് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ 2, 3, 4 പ്രാവശ്യം, എത്ര പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ എടുക്കുന്നു അത്രയും തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണണം. എങ്കിലും നിങ്ങൾ ഇത് കാണുന്നത് കൊണ്ടുള്ള ഗുണമുണ്ടാവുള്ളൂ. കാരണം ഞാനിത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ കഴിയണം. അപ്പോഴേ നമ്മൾ രണ്ടു കൂട്ടർക്കും ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് വരുന്നുള്ളൂ. ഓക്കെ, അടുത്തത് വരുന്നത് പ്രൈസ് ടു ഏർണിംഗ് PE ratio, a stock valuation metric that compares a company's share price to its earnings per share, EPS. PE റേഷ്യോ എന്ന് പറയുമ്പോൾ അതിനെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ₹1 ഏർണിങ്സ് ഉണ്ടാക്കാൻ ആവശ്യമായ സംഖ്യയാണ് PE. PE എത്രയാണോ ആ സംഖ്യയാണ് ആ കമ്പനിക്ക് ₹1 പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ ആവശ്യമായ സംഖ്യ.
മനസ്സിലാക്കാം. ഈ PE റേഷ്യോ എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് ബെസ്റ്റ്. പക്ഷേ ഈ PE റേഷ്യോ നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രിയൽ PE വരുന്നുണ്ട്. ആ ഒരു PE താഴെ വരാനും വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ മറ്റുള്ള കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കമ്പനികളിൽ ഏറ്റവും കുറഞ്ഞ കമ്പനി PE റേഷ്യോ കുറഞ്ഞ കമ്പനി സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് A എന്ന ഒരു കമ്പനിയുടെ PE റേഷ്യോ 20 ആണ്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന കമ്പനിയുടെ PE റേഷ്യോ എന്ന് പറയുന്നത് 30 ആണ്. PE 30 ആണ് എന്നുണ്ടെങ്കിൽ എ കമ്പനിക്ക് 1 രൂപ ഉണ്ടാക്കാൻ 20 രൂപ മതി എന്ന സ്ഥാനത്ത് ബി എന്ന കമ്പനിക്ക് 1 രൂപ ഉണ്ടാക്കാൻ 30 രൂപ വേണം. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂല്ലോ ഇതിൽ ഏത് കമ്പനിയാണ് നല്ലത്. 20 രൂപ കൊണ്ട് 1 രൂപ ഉണ്ടാക്കുന്ന കമ്പനിയാണോ നല്ലത്, അതല്ല 30 രൂപ കൊണ്ട് 1 രൂപ ഉണ്ടാക്കുന്ന കമ്പനിയാണോ നല്ലത്? അഫ്കോഴ്സ് 20 രൂപ കൊണ്ട് 1 രൂപ ഉണ്ടാക്കുന്ന കമ്പനി അല്ലേ നല്ലത്. ഓക്കെ, അപ്പോൾ PE റേഷ്യോ എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അടുത്തത് റിട്ടേൺ ഓൺ ഇക്വിറ്റി, എ മെഷർ ഓഫ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് നെറ്റ് ഇൻകം ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ROE എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ മലയാളത്തിൽ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഓരോ 100 രൂപക്കും കമ്പനി ഉണ്ടാക്കുന്ന ഏർണിങ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഓരോ 100 രൂപക്കും കമ്പനി ഉണ്ടാക്കുന്ന ഏർണിങ്സ് ആണ്. അപ്പോ ROE എപ്പോഴും കൂടുതലുള്ളതാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. മീൻസ് ഓരോ 100 രൂപക്കും ഇപ്പം എ എന്ന കമ്പനി, എക്സാമ്പിൾ എ എന്ന കമ്പനിയുടെ ROE 15 ആണ്, ബി എന്ന കമ്പനിയുടെ 25 ആണ്. അപ്പം അതിൽ നമ്മൾ ഡിഫറൻറ്റ് എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന് 100 രൂപയ്ക്ക് എ എന്ന കമ്പനി 15 രൂപ ഉണ്ടാക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ 100 രൂപയ്ക്ക് ബി എന്ന കമ്പനി 25 രൂപ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ബി എന്ന കമ്പനിയാണല്ലോ അവിടെ ബെസ്റ്റ്. ഓക്കെ, അപ്പം ROE എന്നുള്ളത് കൂടുതലായിരിക്കണം. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ROCE, എ ഫൈനാൻഷ്യൽ റേഷ്യോ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു അസസ് എ കമ്പനീസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ എഫിഷ്യൻസി. നമ്മൾ ആദ്യമായി റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. ഇത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. കാരണം കമ്പനിയുടെ മൊത്തം മൂലധനത്തിലെ 100 രൂപക്കുള്ള കമ്പനിയുടെ ഏർണിങ്സ് ആണ് അതിൽ കാണിച്ചു തരുന്നത്. കമ്പനിയുടെ മൊത്തം മൂലധനത്തിലെ ഓരോ 100 രൂപക്കുമുള്ള ഏർണിങ്സ് എത്രയാണോ ഇതും ROE കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ROCയും കൂടുതലായിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ROEയും ROCയും മിനിമം ഒരു 15ന്റെ മുകളിലോട്ട്, ശരിക്കും ഒരു 20 മുകളിലോ, ഇനി മിനിമം 15ന്റെ മുകളിലെങ്കിലും കിട്ടുന്നതാണ് 15ന് മുകളിലുള്ള കമ്പനികൾ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഉള്ളത്. പിന്നെ ഒരു കമ്പനിന്റെ ROCE ROEയേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് കടം തീരെയില്ല, അല്ലെങ്കിൽ ചെറിയ കടം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. എങ്ങനെ? ഒന്നുകൂടെ, ഒരു കമ്പനിയുടെ ROCE ROEയേക്കാളും കൂടുതലാണെങ്കിൽ ആ കമ്പനിക്ക് കടം തീരെയില്ല, അല്ലെങ്കിൽ ചെറിയ കടം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ROEയും ROCEയും അടുത്തടുത്ത് വരുന്ന ആ സംഖ്യകൾ അടുത്തടുത്ത് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ലാതെ രണ്ടും ഫാർ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഇഷ്യൂസ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അടുത്തത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. അത് ഡെപ്റ്റ് ടു ഇക്വിറ്റി DE റേഷ്യോ, എ റേഷ്യോ ദാറ്റ് ഈസ് യൂസ്ഡ് ടു evaluate a company's financial leverage and is calculated by dividing a company's total liability by its shareholder equity. ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറയുമ്പോൾ കമ്പനിയുടെ കടമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ കമ്പനിക്ക് എത്രമാത്രം കടം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും 1:1 എന്നുള്ള ഒരു റേഷ്യോയിൽ ഉള്ള കമ്പനികൾ തിരഞ്ഞെടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം മിനിമം 1ൽ കുറവായിരിക്കണം. അത് തന്നെ 0.5ൽ താഴെയാണെങ്കിൽ വളരെ ബെസ്റ്റായി. പിന്നെ വരുന്നത് കറന്റ് റേഷ്യോ. Current ratio, a liquidity ratio that measures a company's ability to pay short-term obligations or those due within 1 year. ഈ കറന്റ് റേഷ്യോ നമുക്ക് ശരിക്കും ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സൗണ്ട് ആണ് വ്യക്തമാക്കുന്നത്. കാരണം ഈ ഷോർട്ട് ടൈമിലുള്ള ഒബ്ലിഗേഷൻസിനെ മീറ്റ് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ സെറ്റപ്പ് ആ കമ്പനിക്ക് ഉണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് അത് നോക്കുന്നത്. ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് മീൻസ് സാലറി, അതേപോലെ തന്നെ സപ്ലൈസിന്റെ ചെറിയ ചെറിയ ക്യാഷുകൾ, അതേപോലെ തന്നെ ഈ ചെറിയ നീഡ്സുകളും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതൊക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സെറ്റപ്പ്
കമ്പനിക്ക് ഉണ്ടോ എന്ന്. അത് ശരിക്കും പറയുകയാണെങ്കിൽ 2:1 ആണ് ഏറ്റവും ബെസ്റ്റ്. ഇനി 1:1 കുറയാണ്ടിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പം ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് റേഷ്യോസ് നമ്മളിപ്പം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു. ഇനിയും ഒരുപാട് റേഷ്യോസ് ഉണ്ട്. ആ ഒരു റേഷ്യോസും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുമ്പോഴത്തേക്കും അത് ഒരുപാട് ലെങ്തി ആയിരിക്കും. അപ്പോൾ ഇനി ബാക്കിയുള്ള റേഷ്യോസും അതേപോലെ തന്നെ ഈ റേഷ്യോസ് എല്ലാം പഠിച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ കമ്പനിയുടെ വാല്യുവേഷനും നമുക്ക് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒന്നും കൂടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതെല്ലാം ശരിക്കും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്തു. Then this is VM Rafiq signing off.